ബാസ് പ്രോഗ്രാം അഥവാ ഇലക്ട്രിക് കാറുകളിലും സ്കൂട്ടറുകളിലും ബാറ്ററി റെന്റിന് കിട്ടുന്ന ഒരു ഓപ്ഷൻ. കാറുകളിലേക്ക് നോക്കുമ്പോൾ അത്ര ഒരു പ്രോഫിറ്റബിളായ ഒരു കാര്യമായി തോന്നുന്നില്ലെങ്കിലും സ്കൂട്ടറുകളിൽ അത് കുറച്ച് ലാഭകരമാണ്. ഈ അടുത്തായിട്ട് ഹീറോ, വിഡ, എയ്തർ ഇവരൊക്കെ തന്നെ അവരുടെ സ്കൂട്ടറുകളിൽ ബാസ് ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് വാഹനത്തിന് വില കൊടുത്തു കഴിഞ്ഞാൽ ബാറ്ററി നമുക്ക് റെൻ്റലായിട്ട് യൂസ് ചെയ്യാം. മാസം ഓടുന്നതനുസരിച്ച് ഒരു പേയ്മെൻറ്റ് കൊടുത്താൽ മതി. ഹീറോ, വിഡയുടെ കേസിലാണെങ്കിൽ 1 രൂപയിൽ താഴെയാണ് ഇവരുടെ റെൻ്റൽ പ്രോഗ്രാമിലെ 1 കിലോമീറ്ററിന് കൊടുക്കേണ്ട പൈസ എന്ന് പറയുന്നത്. അത് എയ്തറിലേക്ക് പോകുമ്പോൾ 1 രൂപയാണ്. ഇനി ഇതിനെ കൊണ്ടുള്ള കുറച്ച് ഉപകാരങ്ങൾ. ഒന്ന്, വാഹനത്തിന് ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും. കാരണം വണ്ടി ഓടാതെ സർവീസ് സെൻ്ററിൽ കിടന്നു കഴിഞ്ഞാൽ ഈ പൈസ അവർക്ക് കിട്ടില്ല എന്നതാണ്. രണ്ടാമത്, ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ വില എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിലൊക്കെയാണ് അധികം ഉള്ളത്. അത്യാവശ്യം റേഞ്ചുള്ള മോഡലുകളൊക്കെ തന്നെ ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് അടുത്തായിട്ട് അല്ലെങ്കിൽ അതിൽ താഴെ നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടറുകൾ കിട്ടും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ 1 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു സ്കൂട്ടർ വാങ്ങുകയാണെങ്കിൽ അതും ലോണാണ്. ഈ മാസാമാസം ബാറ്ററിയുടെ റെൻ്റലും കൂടെ കൊടുക്കുമ്പോൾ വലിയൊരു എമൗണ്ട് കയ്യിൽ നിന്ന് പോകും. അതേ സ്ഥാനത്ത് നിങ്ങൾ സ്കൂട്ടറിൻ്റെ പണം റെഡി ക്യാഷ് കൊടുത്ത് ആണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ മാസാമാസം ഓടുന്നതിൻ്റെ പൈസ മാത്രം നമ്മൾ കൊടുത്താൽ മതി. അങ്ങനെ നോക്കുമ്പോൾ അതൊരു ലാഭമായി മാറുന്നുണ്ട്.